നിർബന്ധിതമായി ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചുവെന്നതടക്കമുള്ള ഗുരുതരമായ കുറ്റം ചുമത്തി മുൻ യൂത്ത് കോൺഗ്രസ് നേതാവും എംഎൽഎയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിർബന്ധിത ഗർഭഛിദ്രം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം 54 ദിവസം പിന്നിടുമ്പോഴും പരാതി നൽകാൻ ആരും തയ്യാറാകാത്തത് അന്വേഷണ സംഘത്തെ പ്രതിസന്ധിയിലാക്കി. രാഹുലിന്റെ പേര് പറയാതെ ആദ്യം ആരോപണം ഉന്നയിച്ച യുവനടിയും പിന്നീട് പരാതി പറഞ്ഞ ട്രാൻസ്ജെൻഡർ യുവതിയും പരാതി നൽകാൻ തയ്യാറായില്ല. മുഖ്യമന്ത്രിയുടെ ഉറപ്പും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ രൂപീകരണവും ഉണ്ടായിട്ടും ആരോപണം ഉന്നയിച്ച യുവനടിയും ട്രാൻസ്ജെൻഡർ യുവതിയും ഉൾപ്പെടെയുള്ളവർ പരാതി നൽകാൻ വിസമ്മതിക്കുകയാണ്. മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന ഓഡിയോ സന്ദേശത്തിന്റെ ഉറവിടം തേടിയുള്ള അന്വേഷണത്തിൽ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോയിലുണ്ടായിരുന്ന പെൺകുട്ടിയെ കണ്ടെത്തിയിരുന്നു. എന്നാൽ 3 വട്ടം IPS ഉദ്യോഗസ്ഥ നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും ഇവർ പരാതി നൽകാൻ തയ്യാറായില്ല. മുഖ്യമന്ത്രിക്കും DGPക്കും പോലീസിനും ലഭിച്ച 10 പരാതികളുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തതും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതും. 18 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകളെ ചൂഷണം ചെയ്തെന്നും ചിലരെ ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചെന്നും FIR-ൽ പറയുന്നു. എന്നാൽ ലഭിച്ച പരാതികളെല്ലാം തന്നെ മൂന്നാം കക്ഷികളുടേതാണ്. ബാലാവകാശ കമ്മീഷന് പരാതി നൽകിയ അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തിന് വിശദമായ മൊഴി നൽകിയെങ്കിലും മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾക്കപ്പുറം കേസിന് ബലം നൽകുന്ന ഒരു തെളിവും ഈ പരാതിക്കാർക്ക് നൽകാനായിട്ടില്ല. പരാതി നൽകുന്നവർക്ക് സർക്കാർ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പരാതിക്കാരില്ലാത്ത സാഹചര്യത്തിൽ കേസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആശയക്കുഴപ്പത്തിലാണ് ക്രൈംബ്രാഞ്ച് സംഘം.